തൃശൂർ മറ്റത്തൂരിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തുടങ്ങി. UDF BJP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി UDF നിന്ന് വിജയിച്ച നൂർജഹാൻ നവാസാണ് മത്സരിക്കുന്നത്. ബിന്ദു മനോജ് കുമാറാണ് LDFന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും അധ്യക്ഷ തെരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമാണോ? ഉന്മേഷ്, അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. UDFന്റെയും BJPയുടെയും സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് UDFൽ നിന്ന് വിജയിച്ച നൂർജഹാൻ നവാസിനെ മത്സരിപ്പിക്കുന്നത്. LDF ആകട്ടെ ബിന്ദു മനോഹരനെയാണ് LDFന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചിരിക്കുന്നത്. CPMന്റെ തന്നെ സ്ഥാനാർത്ഥിയായി വിജയിച്ച ആളാണ് ബിന്ദു മനോജ് കുമാർ എന്ന് പറയുന്നത്. LDFനെ സംബന്ധിച്ച് അവർക്ക് 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ആ 10 സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് വിജയിച്ച ഒരു വിമതന്റെ പിന്തുണയുമുണ്ട്. അങ്ങനെ 11 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ബിന്ദു മനോജ് കുമാർ മത്സരിക്കുന്നത്. പക്ഷേ UDFനാകട്ടെ അവരുടെ 8 സ്ഥാനാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ UDFന്റെ വിമതയെ മത്സരിച്ച ഒരാളുടെ പിന്തുണയുണ്ട്. BJPയുടെ 4 അംഗങ്ങളുടെ പിന്തുണ. അങ്ങനെയെങ്കിൽ 13 പേരുടെ പിന്തുണ ഇപ്പോൾ ഈ BJP UDF സഖ്യത്തിൽ മത്സരിക്കുന്ന നൂർജഹാൻ നവാസിനുണ്ട്. സ്വാഭാവികമായും നൂർജഹാൻ നവാസ് ജയിക്കുന്നതിന് തന്നെയാണ് സാധ്യത. നേരത്തെ ഒരു വോട്ട് അസാധുവായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ BJP UDF സഖ്യത്തിന്റെ ഒരു വോട്ട് അസാധുവായിരുന്നു. 12 വോട്ട് നേടിക്കൊണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിച്ചത്. സമാനമായ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്തായാലും വോട്ടെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഉന്മേഷ്, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.